അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായക ദിനമാണ്. വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പൂർത്തിയായേക്കും. വിധി പറയുന്ന തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഒരു വർഷത്തിലധികമാണ് അന്തിമ നടപടിക്രമങ്ങൾ നീണ്ടത്. 2017 കേസിനാസ്പദമായ സംഭവം. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് കേസിൽ 8-ാം പ്രതിയുമാണ്. ശ്യാം ദേവരാജും ആർ റോഷിപാലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്യാം ദേവരാജ്. വിധി എന്നാകും എന്ന തീയതി അതിന്ന് വരുമോ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. വിധി ദിനം എന്നാണ് എന്ന് ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ഏതാണ്ട് 8 മാസത്തിലധികമായുള്ള കാലത്ത് ഇത് വിധി പറയുന്ന തീയതി നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇനി കൂടുതൽ വാദങ്ങളില്ല, എന്തെങ്കിലും വ്യക്തത വരുത്തണമെങ്കിൽ ഇന്ന് തന്നെ തീർക്കണമെന്ന കാര്യമാണ് പ്രതിഭാഗം, പ്രത്യേകിച്ച് ദിലീപിന്റെ അഭിഭാഷകനും ഒപ്പം ഈ പ്രോസിക്യൂഷനും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിൽ എല്ലാ വ്യക്തതയും വന്നു കഴിയുമെന്നും അതിന് തൊട്ടു പിന്നാലെ അത് വിധി പറയാൻ വേണ്ടി മാറ്റും എന്ന കാര്യവും കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിനം ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം അവസാനിക്കുന്നത് എല്ലാ രണ്ട് ഭാഗത്തെയും കേട്ട് കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞ ഏപ്രിൽ മാസം 11-നാണ് ആ രീതിയിൽ കോടതി അതിന്റെ രേഖകളിൽ രേഖപ്പെടുത്തി വെച്ചത്. പക്ഷെ തുടർന്ന് ഫോർ ഫർദർ ഹിയറിംഗ് എന്നാണ് അതിന്റെ കോടതി രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതായത് കൂടുതൽ എന്തെങ്കിലും മാത്രമല്ല, കൂടുതൽ ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻ എന്ന കാര്യവും കൂടി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ വ്യക്തത വരുത്തി ഇത്രയും മാസങ്ങൾ പിന്നിട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെടുന്നത് 2017 ഫെബ്രുവരി മാസം 17-ന് രാത്രിയിലാണ്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനാണ് അത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ പൾസർ സുനിയാണ് 1-ാം പ്രതി. ശ്യാം ദേവരാജ്, 8.5 വർഷമായി. ആർ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. നടിയെ ആക്രമിച്ച കേസ് ആദ്യം മുതൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ആർ റോഷിപാൽ. റോഷിക്ക് ഈ കേസിന്റെ നാൾവഴി അടക്കം ഇതിനിടയിൽ നടന്ന സംഭവങ്ങൾ പലതും ബ്രേക്ക് ചെയ്തതും റോഷിപാലാണ്. അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള വിചാരണ നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവലാതി. ഇന്നിപ്പോൾ വിചാരണകൾ പൂർത്തിയായിരിക്കുന്നു, വിധി ഇന്ന് പ്രഖ്യാപിക്കും എന്ന രീതിയിലേക്ക് കോടതി ഒരു തീരുമാനത്തിലെത്തുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സുജയ, അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതാണ്. ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി വിധി പ്രഖ്യാപനം മാത്രമാണ് മുന്നിലുള്ളത്. ഏതാണ്ട് 8 വർഷമായി ഈ ക്രൂരമായ പീഡനം നടന്നിട്ട് 8 വർഷമായി നീതിക്കായി ഈ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. ആ യുവതിയുടെ കാത്തിരിപ്പിന് വിരാമമാകും. ഈ മാസം തന്നെ വിധി വരാൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം വിധി വരാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. ഏതാണ്ട് 2021-ലാണ് നടിയാക്രമിച്ച കേസിൽ വഴിത്തിരിവായ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എത്തുന്നത്. ആ തെളിവുകൾ അത് റിപ്പോർട്ടർ TV പുറത്തുവിട്ടതാണ്. ബാലേന്ദ്രകുമാർ എന്ന സംവിധായകൻ, ദിലീപിന്റെ സുഹൃത്തായിരുന്ന ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, അതിന് തൊട്ടുപിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണം, പിന്നീട് റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട നിരവധി തെളിവുകളുണ്ട്. അത് സാക്ഷി മൊഴി മാറ്റിയതിന്റെ കാരണം, സാക്ഷിയെ സ്വാധീനിക്കാൻ ദിലീപിന്റെ അഭിഭാഷകർ പോയതിന്റെ തെളിവുകൾ, അവൾ താമസിച്ച ഹോട്ടലിന്റെ രേഖകൾ, അങ്ങനെ തുടങ്ങിയ ഏതാണ്ട് നിരവധി പ്രധാനപ്പെട്ട തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. അങ്ങനെ അന്വേഷണ സംഘം ഈ തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിച്ചു. പിന്നീട് അജകുമാർ പ്രോസിക്യൂട്ടറായി ചുമതലയേറ്റെടുത്തു. നേരത്തെ നമുക്കറിയാം 2 പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ സമ്മർദ്ദം കാരണം അവർ രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു കേസിന്റെ നടപടിക്രമങ്ങൾ. ആ ഘട്ടത്തിലാണ് അജകുമാർ ചുമതലയേൽക്കുന്നതും പിന്നീട് നിരവധി തെളിവുകൾ കോടതിയിൽ എത്തിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ഉള്ളത്. ഏതായാലും ഇതിൽ 10 പ്രതികളാണ്. അതിൽ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രതിയായിരുന്നു. അത് പൾസർ സുനിയെ സഹായിച്ചു എന്ന കുറ്റമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ചുമത്തിയത്. അങ്ങനെ ഏറ്റവും നിർണായകമായ, കേരളം ഏറ്റവും കൂടുതൽ തവണ ചർച്ച ചെയ്ത നടിയാക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവത്തിന് ദിവസങ്ങൾ മാത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാണ് എന്നത് ഇന്നറിയാം. അതിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ്, ആ സംഭവം നടന്നിട്ട് 8.5 വർഷം പിന്നിടുമ്പോഴാണ് ഈ കേസിൽ വിധിയുടെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതാണ് നീണ്ടുപോയ ഒരു നിയമ പോരാട്ടം.